ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ലൈനിങ് വെച്ചിട്ട് ഓപ്പൺ ചുരിദാർ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ലൈനിങ്ങിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മുടെ അളവുകളൊക്കെ ലൈനിങ്ങിലാണ് ആദ്യം മാർക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ലൈനിങ് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ക്ലോസ്ഡ് ഭാഗം നമ്മുടെ വശത്തേക്കും ഓപ്പൺ ഭാഗം ഓപ്പോസിറ്റ് സൈഡിലേക്കും വെച്ച് മടക്കി കൊടുക്കുക. അതിനുശേഷം ഇതേപോലെ ലെങ്ത്തിലേക്കും മടക്കുക. ഇങ്ങനെ 4ആയിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. ഫോൾഡ് ചെയ്തെടുക്കുന്ന സമയത്ത് എല്ലാം ഒരേപോലെയാണോ എന്നുള്ളത് നോക്കണം. താഴത്തെ പീസും അതുപോലെ തന്നെ മേലെയൊക്കെ ഒരേപോലെ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് മീതെ ഒരു 1/2 ഇഞ്ച് ഒന്ന് ക്ലോത്തിനെ ലെവൽ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ഏത് ക്ലോത്തിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ആദ്യം മീതെയും താഴെയും ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. കാരണം നമ്മൾ താഴെയുള്ള ക്ലോത്ത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കാണാൻ പറ്റില്ല. ഉള്ളിലൊക്കെ ചിലപ്പോൾ മടങ്ങിയിരിക്കുക അങ്ങനെയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളെ കട്ടിങ്ങിൽ അത് ബാധിക്കും, അളവുകളൊക്കെ വ്യത്യാസം വരും. അപ്പോൾ ആദ്യം അത് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് അളവുകളൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് ലെങ്ത്താണ് മാർക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ലെങ്ത്ത് മാർക്ക് ചെയ്തതിന് ശേഷം ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കണ്ടോ താഴെയുള്ള ക്ലോത്ത് കുറച്ച് നീങ്ങിയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് പിൻ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. പിൻ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി എളുപ്പമായി. പിൻ ചെയ്തെടുത്തോ. ഇനി നമുക്ക് അളവുകളൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഷോൾഡർ എത്രയാണോ അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴേക്ക് 1/2 ഇഞ്ച് കുറച്ച് ആം ഹോൾ മാർക്ക് ചെയ്യുക. പിന്നെ ഈ അളവ് അത് കറക്റ്റാണോ എന്നുള്ളത് നോക്കണം കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം ചെസ്റ്റ് മാർക്ക് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ ഞാൻ മുന്നത്തെ ഇതിൽ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കണ്ടു നോക്കണേ. ചെസ്റ്റ് മാർക്ക് ചെയ്തു. തയ്യൽ തുമ്പും മാർക്ക് ചെയ്ത് കൊടുക്കുക. 1/2 ഇഞ്ച് തയ്യൽ തുമ്പാണ് മാർക്ക് ചെയ്തെടുക്കുന്നത്. ഇനി കോർണറിൽ നിന്ന് 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ 3/4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു ആം ഹോൾ ലെങ്ത്തിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കുക. സെൻറ്റർ കണ്ടതിന് ശേഷം 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് വേണം ഫ്രണ്ട് ആം ഹോൾ കുഴിച്ച് വെട്ടാനായിട്ട്. അപ്പോൾ ആദ്യം ബാക്ക് ആം ഹോളാണ് മാർക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ. 1.5 ടച്ച് ചെയ്തിട്ട് നേരെ ഷോൾഡറിലേക്ക് കൊടുക്കുക. അതുപോലെ തന്നെ 3/4 ഇഞ്ചിൽ ടച്ച് ചെയ്ത് 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്തിട്ടില്ലേ, അവിടെ കൂടെ ടച്ച് ചെയ്തിട്ട് നേരെ ഷോൾഡറിലേക്ക് കൊടുക്കുക. പിന്നെ വേസ്റ്റ് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. വേസ്റ്റ് ലെങ്ത്തിൻ്റെ അവിടെ വേസ്റ്റ് റൗണ്ട് എത്രയാണോ കിട്ടുന്നത് അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ തയ്യൽ തുമ്പും ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് സീറ്റ് ലെങ്ത്ത്, അതായത് നമുക്ക് ഓപ്പൺ എവിടെയാണോ വേണ്ടത് അവിടെ നമ്മൾ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ ആ ലെങ്ത്തിൻ്റെ അവിടെ നിന്നാണ് നമ്മൾ റൗണ്ട് ഹിപ്പ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 1 ഇഞ്ചാണ് ഇവിടെ തയ്യൽ തുമ്പ് ഇടേണ്ടത്. അപ്പോൾ നമ്മൾ ചെസ്റ്റിൻ്റെ അവിടെ വേസ്റ്റിൻ്റെ അവിടെയൊക്കെ 1.5 ഇഞ്ച് കൊടുത്തെങ്കിൽ ഹിപ്പ് റൗണ്ടിൻ്റെ അവിടെ 1 ഇഞ്ചാണ്. സ്ലിറ്റ് തയ്ക്കാനായിട്ട് 1 ഇഞ്ചാണ് കൊടുക്കേണ്ടത് കേട്ടോ. ഇനി അളവുകൾ തമ്മിലും അതുപോലെ തന്നെ തയ്യൽ തുമ്പ് തമ്മിലും വരച്ചു കൊടുക്കുക. കൈകൊണ്ട് വരക്കുന്നതിനേക്കാൾ നല്ലത് ഇതുപോലെ സ്കെയിൽ ഉണ്ടെങ്കിൽ സ്കെയിൽ വെച്ച് വരയ്ക്കുക കേട്ടോ. ഇനി താഴ്ഭാഗത്തേക്ക് ഇതേപോലെ 12.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഹിപ്പ് റൗണ്ടിനേക്കാളും 1 ഇഞ്ച് കൂടുതലിട്ടിട്ട് ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഇവിടെയും 1 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ട് കൊടുത്ത് നമ്മൾ ഹിപ്പ് റൗണ്ടിൻ്റെ തയ്യൽ തുമ്പിൽ നിന്ന് നേരെ താഴേക്ക് ആ തയ്യൽ തുമ്പിലേക്ക് വരച്ചു കൊടുക്കുക. നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അളവുകളൊക്കെ കറക്റ്റായിട്ട് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരു പ്രാവശ്യം മാർക്ക് ചെയ്തതിന് ശേഷം വീണ്ടും ഒന്ന് ചെക്ക് ചെയ്യണേ. നമ്മൾ ചെയ്തിട്ടുള്ള അളവുകളൊക്കെ കറക്റ്റാണോ എന്നുള്ളത് ചെക്ക് ചെയ്തതിന് ശേഷം വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഫസ്റ്റ് ബാക്ക് ആം ഹോളാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മൾ 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ക്ലോത്തിനെ ലെവൽ ചെയ്തെടുക്കാനായിട്ട്, ആ ഭാഗം കട്ട് ചെയ്യുകയാണ് കേട്ടോ. പിന്നെ ഷോൾഡർ സ്ലോപ്പ് ചെയ്ത് കൊടുക്കുക. സ്ലോപ്പ് ചെയ്ത് കട്ട് ചെയ്തു. ഇപ്പോൾ ബാക്ക് ആം ഹോളിലൂടെയാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് സെൻറ്റർ ഒന്ന് പോയിൻ്റ് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ നെക്ക് വിഡ്ത്തിൻ്റെ അവിടെ നോട്ട്സിട്ട് കൊടുക്കുക. ചെസ്റ്റിൻ്റെ അവിടെ ഇവിടെയൊക്കെ നമ്മൾ അളവുകൾ, ഇതൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇത് പുതുതായിട്ട് കാണുന്നവർക്ക് അറിയില്ല, അതുകൊണ്ടാണ് ഒന്നുകൂടി പറയുന്നത് കേട്ടോ. ഇനി ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക.
ഇനി നമുക്ക് ഈ പിന്ന് റിമൂവ് ചെയ്തിട്ട് ഫ്രണ്ട് ആം ഹോൾ കുഴിച്ച് വെട്ടണം. നമ്മൾ അളവ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അതിലൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കറക്റ്റ് അളവിലൂടെ തന്നെ കട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഫ്രണ്ട് പോർഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്കിൽ നെക്ക് കട്ട് ചെയ്തെടുക്കാനുണ്ട്. ബാക്കിൽ ഞാൻ ഈ ലൈനിങ്ങിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഫ്രണ്ടിൽ ക്യാൻവാസ് വെച്ചിട്ടും ബാക്കിൽ ലൈനിങ്ങിലുമാണ് നെക്ക് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നെക്ക് വിഡ്ത്ത് എത്രയാണോ അതിൽ നിന്ന് 1/4 ഇഞ്ച് കുറച്ചിട്ട് വേണം നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യാനായിട്ട്. നെക്ക് ലെങ്ത്ത് എത്രയാണോ വേണ്ടത്, നിങ്ങൾക്ക് 3 3.5 എത്രയാണോ നിങ്ങൾ എടുക്കുന്നത് ആ അളവ് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബോക്സ് വരച്ചിട്ട് ബോക്സിൻ്റെ ഉള്ളിലായിരിക്കണം നമ്മൾ നെക്കിന് ഷേപ്പ് കൊടുക്കേണ്ടത്. ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യാത്തത് നമ്മൾ ക്യാൻവാസിലാണ് ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഫ്രണ്ട് ചെയ്യാതെ ബാക്കിൽ കൊടുക്കുന്നത്. ബാക്കിൽ ക്യാൻവാസ് കൊടുക്കുന്നില്ല. ഇനി നമുക്കിത് മെയിൻ ക്ലോത്തിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ക്ലോത്ത് സേവ് ചെയ്യാനൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ഒന്നുകൂടി പറയുകയാണ്. നമ്മൾ ക്ലോത്ത് മുഴുവനാക്കിയിട്ട് 4ആയിട്ട് ഫോൾഡ് ചെയ്യേണ്ട. നമുക്ക് എത്ര അളവിലാണോ വേണ്ടത് ആ ഒരളവ് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇത് കുറച്ച് വിഡ്ത്ത് കൂടുതലുള്ള ക്ലോത്താണ്. അപ്പോൾ നമുക്ക് ഇത്രയും ഭാഗം എന്ത് ചെയ്തു സേവ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ലൈനിങ് വെച്ച് കൊടുക്കുക. ലൈനിങ് വെച്ചിട്ട് ലൈനിങ്ങിൻ്റെ കറക്റ്റ് അളവിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ 1/2 ഇഞ്ച് കൂടുതലിട്ട് മാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ മാർക്ക് ചെയ്യുക കേട്ടോ. നമ്മൾ കറക്റ്റ് അളവ് ലൈനിങ്ങിൻ്റെ അളവായിരിക്കും. പക്ഷേ നമ്മൾ മെയിൻ ക്ലോത്തിൽ കൊടുക്കുമ്പം സ്റ്റിച്ച് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എളുപ്പത്തിന് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/2 ഇഞ്ച് കൂടുതലിട്ടിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ക്ലോത്തിലും 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് ക്ലോത്തിനെ ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ വരച്ചില്ലേ, ആ വരച്ച അവിടെയാണ് ലൈനിങ് വെച്ച് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഈ ലൈനിങ്ങിൻ്റെ ലെങ്ത്ത് കുറച്ച് കുറവാണ്. നമുക്ക് സാധാരണ ലെങ്ത്ത് മെയിൻ ക്ലോത്തിനൊക്കെ നമ്മുടെ കറക്റ്റ് ലെങ്ത്തിനേക്കാളും ഒരു 3 ഇഞ്ചോ 4 ഇഞ്ച് 5 ഇഞ്ച് വരെ നമുക്ക് കുറച്ച് കൊടുക്കാം. പക്ഷേ ഇത് കുറച്ച് ക്ലോത്തേ ഉണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ 1.5 മീറ്റർ ഉണ്ടായിരുന്നുള്ളൂ. അത് വെച്ചിട്ടാണ് ഞാനിവിടെ ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഇത് കറക്റ്റ് ലൈനിങ് കറക്റ്റ് വെച്ചിട്ട് പിൻ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് ചുരിദാർ ചെയ്യുന്നവരൊക്കെയാണ് ഈ മെത്തേഡിൽ ചെയ്യേണ്ടത്. അല്ല എങ്കിൽ നമുക്ക് ലൈനിങ്ങും മെയിൻ ക്ലോത്തും രണ്ടും ഒരുമിച്ച് വെക്കുക. എന്നിട്ട് പിൻ ചെയ്തതിന് ശേഷം നമ്മുടെ അളവുകൾ മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു സൈഡിൽ 2 സൈഡിലും പിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കട്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് ഈ ഒരു ഭാഗത്ത് പിൻ ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം. കാരണം ലൈനിങ് കുറച്ച് വലിയ ഉള്ളൂ. അപ്പോൾ താഴേക്ക് നമ്മുടെ കറക്റ്റ് ലെങ്ത്ത് എത്രയാണോ അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടുതലിട്ടിട്ട് വേണം അളവ് മാർക്ക് ചെയ്തെടുക്കാനായിട്ട്. ബാക്കിയെല്ലാം നമുക്ക് കറക്റ്റ് ആയിരിക്കും. പക്ഷേ ലെങ്ത്ത് നമുക്ക് ലൈനിങ് കുറവായതുകൊണ്ടാണ് ഒന്നുകൂടെ മാർക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇങ്ങനെ 2 വശവും ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. നമ്മൾ ലൈനിങ്ങിൽ നമ്മൾ അടിഭാഗം അതായത് ഫ്ലെയർ ഭാഗം എത്ര കൊടുത്തിട്ടുള്ളത് ആ അളവ് തന്നെയാണ് മെയിൻ ക്ലോത്തിലും കൊടുക്കേണ്ടത്. പിന്നെ അവിടെ നിന്ന് 1 ഇഞ്ച് തയ്യൽ തുമ്പും ഇട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യുക, ലൈനിങ്ങിൽ നിന്ന് താഴേക്ക് വരച്ചു കൊടുക്കുക കേട്ടോ. കറക്റ്റ് നമ്മൾ ആ ഒരു ഇതിലേക്ക് വരച്ചു കൊടുക്കാം. ഇങ്ങനെ വരച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ സ്ലിറ്റ് മടക്കി തയ്ക്കുന്ന സമയത്ത് ഓപ്പൺ മടക്കി തയ്ക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് ആവില്ല. അതുകൊണ്ടാണ് താഴെ ഇതേപോലെ മാർക്ക് ചെയ്തെടുക്കുന്നത്. ഇവിടെയൊക്കെ കറക്റ്റ് അളവ് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. സ്ലിറ്റ് കറക്റ്റായിട്ട് ശരിയാവാത്തതിൻ്റെ കാരണം ഇതാണ്. നമുക്ക് കറക്റ്റ് അളവിലല്ല നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കാരണം പലർക്കും സ്ലിറ്റിൻ്റെ ഭാഗം കറക്റ്റ് ആവണില്ല, ചെരിഞ്ഞു പോകുന്നു എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ കാരണം കറക്റ്റ് അളവിൽ മാർക്ക് ചെയ്യാത്തത് കൊണ്ടാണ്. നമ്മൾ കറക്റ്റായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ചുരിദാർ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും.
അപ്പോൾ നമ്മളിവിടെ പഠിക്കുന്നത് ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ കോഴ്സാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ മുന്നേ ഹാൻഡ് എംബ്രോയ്ഡറി, ആരി എംബ്രോയ്ഡറിയുടെ ക്ലാസ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ സ്റ്റിച്ചിങ്ങിൻ്റെ ഇതിലിപ്പോൾ ഒരു ഇതൊക്കെ കഴിഞ്ഞു. ഫ്രോക്ക്, അതുപോലെ തന്നെ പെറ്റിക്കോട്ട്, ഇങ്ങനെയുള്ള സ്ലീവിൻ്റെ ഡിസൈൻസൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കാണാത്തവരുണ്ടെങ്കിൽ പ്ലേലിസ്റ്റിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ ക്ലാസ്സുകളായി കണ്ടിട്ട് പഠിക്കാം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്രണ്ട് കുഴിച്ചു വെട്ടണം. നമ്മൾ ലൈനിങ്ങിൽ ചെയ്തില്ലേ അതേപോലെ തന്നെ മെയിൻ ക്ലോത്തിലും, അതായത് നമ്മുടെ ക്ലോത്തിൽ ഫ്രണ്ട് കുഴിച്ചു വെട്ടി കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ബാക്ക് പാർട്ട് മാറ്റി വയ്ക്കുക. നമ്മുടെ ഈ ലൈനിങ് ഇത് ക്ലോത്തിൻ്റെ മീതെ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ കറക്റ്റ് അളവിൽ തന്നെ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ വെച്ച് കൊടുക്കട്ടെ. ഫോൾഡ് ഭാഗം രണ്ട് ക്ലോത്തും, അതായത് നമ്മുടെ ലൈനിങ്ങും മെയിൻ ക്ലോത്തും കറക്റ്റ് ആണോ എന്നുള്ളത് നോക്കണേ. നോക്കിയതിന് ശേഷം വേണം ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഫ്രണ്ട് ആം ഹോളും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ മെയിൻ ക്ലോത്തിൻ്റെ സെൻറ്റർ പോയിൻ്റ് ഒന്ന് നോട്ട്സിട്ട് കൊടുക്കുക കേട്ടോ. അത് നെക്ക് വെക്കാനുള്ള എളുപ്പത്തിനാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇനി സ്ലീവ് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സ്ലീവിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിൽ ഞാൻ കറക്റ്റായിട്ട് കാണിക്കാത്തത്. അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ 4 ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അവിടെ നിന്നും താഴേക്ക് 3.5 ഇഞ്ച് നമ്മൾ ക്യാപ്പ് ഹൈറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ ഒന്ന് ക്രോസ് ചെയ്ത് കൊടുക്കുക. അതിന് മുന്നേ ഇവിടെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം കേട്ടോ. ലെവൽ ചെയ്തതിന് ശേഷം നമ്മൾ ആ കറക്റ്റ് ലെങ്ത്തിലേക്ക് നമ്മൾ 3.5 ഇഞ്ച് ക്യാപ്പ് ഹൈറ്റ് മാർക്ക് ചെയ്തില്ലേ, അവിടേക്ക് ഇതേപോലെ ഒന്ന് ചെരിച്ച് വരച്ച് കൊടുക്കുക. പിന്നെ 1 ഇഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് തയ്യൽ തുമ്പ് കൂടി ഉൾപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ 1 ഇഞ്ചിലേക്കാണ് നമ്മളിതുപോലെ കർവ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ സ്ലീവിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാത്തവർ കണ്ടു നോക്കണേ. കുഴിച്ച് വെട്ടി കൊടുക്കാൻ നമുക്കിപ്പോൾ ഫ്രണ്ട് നമ്മൾ കുഴിച്ച് വെട്ടിയിട്ടുണ്ടായിരുന്നു ഇല്ലേ ക്ലോത്തിൽ. അപ്പോൾ അതേപോലെ സ്ലീവിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതുപോലെ ചെയ്ത് കൊടുക്കുക, കുഴിച്ച് വെട്ടി കൊടുക്കുക. പിന്നെ സ്ലീവ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. 1 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കുക. അപ്പോൾ എത്രയാണ് നിങ്ങൾ സ്ലീവ് ലെങ്ത്ത്, സ്ലീവ് റൗണ്ട്, ഇതൊക്കെ മാർക്ക് നോക്കിയിട്ട് വേണം അളവുകളൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് കേട്ടോ. കറക്റ്റ് നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം ബാക്ക് ഇത് കൂടെയാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫ്രണ്ട് ആം ഹോൾ കുഴിച്ച് വെട്ടുന്നത്, ഫ്രണ്ട് ഭാഗം കുഴിച്ച് വെട്ടുന്നത് കേട്ടോ. ഞാൻ 1 ഇഞ്ച് മാർക്ക് ചെയ്തില്ല, അവിടെ നമ്മൾ നോട്ട്സിട്ട് കൊടുക്കുക. അതുപോലെ സെൻറ്റർ പോയിൻറ്റും നോട്ട്സിട്ട് കൊടുക്കുക. ഇനി നമ്മൾ സ്ലീവിനെ നിവർത്തി വയ്ക്കുക. നിവർത്തി വെച്ചതിന് ശേഷം നല്ല വശം കേട്ടോ, ക്ലോത്തിൻ്റെ നല്ല വശം കൂടിയാണ് വെച്ച് കൊടുക്കേണ്ടത് കണ്ടോ. ഇതേപോലെ വെച്ചിട്ട് വേണം നമ്മൾ ഫ്രണ്ട് കുഴിച്ച് വെട്ടാനായിട്ട്. അപ്പോൾ നമ്മൾ സ്ലീവ് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ക്യാൻവാസിൽ നെക്ക് കട്ട് ചെയ്യുന്നതാണ് ഇനി ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ നെക്കിൻ്റെ നെക്ക് ലെങ്ത്ത് എത്രയാണോ അത് മാർക്ക് ചെയ്യണം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 വശത്തും 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ക്യാൻവാസിൻ്റെ റഫായ ഭാഗത്താണ് നമ്മളിതിവിടെ മാർക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ. ക്യാൻവാസിന് 2 ഭാഗമുണ്ട്, മിനുസമായിട്ടുള്ളതും റഫായിട്ടുള്ളതും. അപ്പോൾ റഫായ ഭാഗത്താണ് നമ്മൾ വരച്ചെടുക്കേണ്ടത്. അപ്പോൾ ആ 1/2 ഇഞ്ച് മാർക്ക് ചെയ്തത് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ഫസ്റ്റ് ക്ലാസ്സുകളിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ പറയുന്നത്. നമുക്ക് നെക്കിൻ്റെ ലെങ്ത്ത് 6 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. നെക്ക് ലെങ്ത്ത് എത്രയാണോ വേണ്ടത് അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നെക്ക് വിഡ്ത്ത് ഞാനിവിടെ 3 ഇഞ്ചാണ്. ക്യാൻവാസിൽ നമ്മൾ നെക്ക് വിഡ്ത്ത് കറക്റ്റായിട്ട് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ക്ലോത്തിൽ നമ്മൾ ബാക്ക് ചെയ്തില്ലേ, ബാക്കിൽ നെക്ക് കട്ട് ചെയ്ത സമയത്ത് 1/4 ഇഞ്ച് കുറച്ചിട്ടാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇവിടെ കറക്റ്റ് അളവ് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചുരിദാറിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം കേട്ടോ. ചുരിദാർ മാത്രമല്ല, നമ്മൾ ആരി എംബ്രോയ്ഡറി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ
റെസിൻ ആർട്ടും ഹൂപ്പ് ആർട്ടും ഹാൻഡ് എംബ്രോയ്ഡറി ഇതൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ നമ്മളിവിടെ ഒരു ബോക്സ് വരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിലാണ് ഷേപ്പ് കൊടുക്കേണ്ടത്. അപ്പോൾ റൗണ്ട് ഷേപ്പാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഇതുപോലെ ഒന്ന് പിൻ ചെയ്ത് വെച്ച് കൊടുത്തേക്ക്. കാരണം കട്ട് ചെയ്യുന്ന സമയത്ത് ക്യാൻവാസ് തെന്നി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക. പിൻ ചെയ്തതിന് ശേഷം ഞാൻ ഇവിടെ റൗണ്ട് ഷേപ്പ് വരച്ചിട്ടുണ്ട് കേട്ടോ. ഇനി താഴേക്ക് നമുക്ക് ഏത് ഷേപ്പാണ് വേണ്ടത് എന്നുള്ളതൊക്കെ ഇതിൽ കൊടുക്കാറുണ്ട്. ഞാൻ ഷോർട്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നെക്കിൻ്റെ ഓരോ കാര്യങ്ങളും ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കുക കേട്ടോ. ഇനി താഴേക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. മാർക്ക് ചെയ്ത് ഇതേപോലെ വരച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ കറക്റ്റ് ആയില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ നെക്ക് അത് കറക്റ്റായിട്ട് തന്നെ വരച്ചു കൊടുക്കണം കേട്ടോ. ബാക്ക് സൈഡ് ഇതുപോലെ മാർജിൻ നമുക്ക് കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ കട്ട് ചെയ്യുമ്പം നമ്മുടെ ക്യാൻവാസ് തെന്നി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പിൻ ചെയ്തെടുക്കാൻ പറഞ്ഞത് കേട്ടോ. ഈ 1/2 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തില്ലേ, അത് ഈ നെക്ക് വിഡ്ത്തിൻ്റെ അതുവരെയേ കട്ട് ചെയ്യാൻ പാടുള്ളൂ. അത് മുഴുവനായിട്ട് കട്ട് ചെയ്ത് കൊടുക്കരുത് കേട്ടോ. നെക്ക് വിഡ്ത്ത് നമ്മൾ എവിടെയാണോ മാർക്ക് ചെയ്തത് ആ ഭാഗം വരെ മാത്രം അത് കട്ട് ചെയ്തെടുക്കാൻ പാടുള്ളൂ. നമ്മൾ നെക്ക് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ക്ലോത്തിൽ വെച്ചിട്ട് അയൺ ചെയ്ത് കൊടുക്കുക. ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്ത് മാറ്റാനുള്ളതാണ്. ഇനി ഇതിൻ്റെ മിനുസുള്ള ഭാഗം വേണം അയൺ ചെയ്ത് കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റിച്ചിങ് വീഡിയോയുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.